ഇതാണ് ഗൈസ് ഞാൻ പറഞ്ഞിട്ടുള്ള കല്യാണപ്പന്തൽ. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് നോക്കിയപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഒരു കല്യാണപ്പന്തലിൽ നിന്ന് ഇവിടുന്ന് കാണുന്ന ഒരു സൈഡ് ഇതേ ഉള്ളൂ. പിന്നെ മണ്ഡപമൊക്കെ അപ്പുറത്താട്ടോ, റോഡിൻ്റെ പുറത്തേക്കാണ്. ഇത് ഡ്രൈവിംഗ് സ്കൂളാണ് ഇപ്പോൾ പന്തലാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങനെയൊക്കെ കാണുന്നുള്ളൂ കേട്ടോ. എനിക്കിപ്പോൾ ഇവിടുന്ന് ഇങ്ങനെ എടുക്കാൻ പറ്റിയിട്ടുള്ളൂ. അപ്പോൾ എന്താ പറയുക, അപ്പുറം പോയാൽ കറക്റ്റ് എടുക്കാം. അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ കല്യാണ വീടൊക്കെ കണ്ടല്ലോ, അല്ല കല്യാണ പന്തൽ, അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി കല്യാണത്തെക്കുറിച്ച് സംസാരിക്കാം. അപ്പോൾ കല്യാണമല്ല, കല്യാണത്തെക്കുറിച്ചിട്ടല്ല, ഞാൻ ഈ കല്യാണ പന്തൽ കണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് എൻ്റെ കാര്യം ഓർമ്മ വന്നു കേട്ടോ. എൻ്റെ വീട്ടിൽ ആദ്യമായിട്ട് കല്യാണ പന്തലിട്ടതാണ് പിന്നെ കല്യാണത്തിനാണ്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കാണുന്നത്. പിന്നെ വീട്ടിൻ്റെ അടുത്തൊക്കെ കിട്ടുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അഫീൻ്റെ കല്യാണത്തിനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കല്യാണം കൂടുന്നത്. ഭയങ്കര ത്രില്ലിംഗ് ആയിരുന്നു കേട്ടോ. എനിക്ക് ഫുള്ള് കളി തന്നെയായിരുന്നു. പെയിൻറ്റിങ്ങിന് ആൾക്കാർ വരുന്നു. അപ്പോൾ വീട്ടിലെ ഫാമിലീസൊക്കെ, പല ഫാമിലിയൊക്കെ ഫുള്ള് വന്നിരുന്നു ഒരാഴ്ച മുന്നേ. അപ്പോൾ നല്ല രസമായിരുന്നു കേട്ടോ, ഭയങ്കര രസമായിരുന്നു. അപ്പോൾ പിന്നെ എൻ്റെ ഉപ്പക്ക് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിൾ ജോൺ ഐസ്ക്രീമിൻ്റെ കമ്പനിയിൽ വർക്ക് ഉണ്ടെന്ന്. അപ്പോൾ വരുന്നവർക്കൊക്കെ ഐസ്ക്രീം ആയിരുന്നു കേട്ടോ, ഫുൾ ഐസ്ക്രീം വിതരണം. ഇന്നും പറയും കേട്ടോ, ഉപ്പാൻ്റെ ഫാമിലിയിൽ എല്ലാവരും പറയും. അങ്ങനെ ആയിരുന്നു അവളെ കല്യാണം, ഭയങ്കര ആഘോഷമായിരുന്നു. അപ്പോൾ അവളെക്കാൾ എല്ലാവരും പറഞ്ഞ പോലെ ഭയങ്കര സന്തോഷം എനിക്കാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ അവളെ കല്യാണം കാര്യമൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ അതിന് മുന്നേ പറഞ്ഞിരുന്നു ഞാൻ ആളെ കണ്ട അകത്ത് കയറി വായിലടിക്കുന്ന ടീമാണ്. അപ്പോൾ അതൊക്കെ മാറിയത് ഇവിടെ കല്യാണത്തിന് ഭയങ്കര ഇഷ്ടമായിട്ടോ. പിന്നെ അവിടെ നിന്ന് 2 വർഷം കഴിഞ്ഞപ്പോൾ വലിയ മാമൻ്റെ മൂത്ത മോളെ ഓളെ കല്യാണത്തിനും ഞാൻ കൂടി. അപ്പോൾ എൻ്റെ ഉപ്പാൻ്റെ കൂടെ പോയി. കല്യാണത്തിന് തലേന്നൊന്നല്ല, അന്നത്തെ ദിവസം കൂടി രാത്രിയിൽ പോന്നു. വലിയ മാമന് 3 മക്കളാണ്, 2 പെണ്ണും 1 ആണും. അതിൽ രണ്ടാമത്തെ മോളെ കല്യാണത്തിന് പോയില്ല, മൂന്നാമത്തത് മോനാണ്. ഓൻ്റെ കല്യാണത്തിനും പോയില്ല. അതൊക്കെ അവിടെ തന്നെ ഇരുന്നു. അതിൻ്റെ സ്ഥിരം പരിപാടിയാണ്. അന്ന് എന്തോ തോന്നി. പിന്നെ വേറെ ഒന്നുണ്ട്, 3ാമത്തെ മോൻ്റെ കല്യാണം ആകുമ്പോഴത്തേക്കും എൻ്റെ ഉപ്പ മരണപ്പെട്ടു. ഉപ്പാൻ്റെ കൂടെ തന്നെ പോയത്. പിന്നെ ചെറിയ മാമന് ആകെ 2 മാമനുള്ളത്. പിന്നെ ചെറിയ മാമന് 4 പെൺകുട്ടികളാണ്. അതിൽ മൂത്താളുടെ കല്യാണത്തിന് അപ്പിൻ്റെ കല്യാണം പോലെ ഞാൻ കൂടിയിട്ടു. അവിടെ തന്നെ ആയിരുന്നു അധികം അവിടെ നിൽക്കാൻ പോയില്ല. ഇവിടെ അടുത്ത് തന്നെ ഒറ്റ ബസ് സ്റ്റോപ്പ് അകലെ. അവിടെ പോയി ഫുൾ എൻജോയ് ചെയ്ത്. എത്ര ഞാൻ ഡ്രസ്സ് വലിയ ചെറിയ മാമൻ്റെ വക കേട്ടോ, ഡ്രസ്സ് വാങ്ങി തന്നെ അതിക്ക് മാച്ച് ചെയ്ത മാലയും എല്ലാം ഫുള്ള് ചോക്കർ സെറ്റൊക്കെ വാങ്ങിച്ചിട്ട് ഒക്കെ ഞാനാണോ ഉമ്മ ചോദിച്ച പോലെ നീയാണോ പുതിയ പെണ്ണ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒക്കെ കാട്ടിക്കൂട്ടി. പിന്നെ 2ാമത്തെ മോളതും ഞാൻ കല്യാണം കൂടി. 3ാമത്തെ മോളതും കല്യാണം കൂടി. 4ാമത്തെ മോളത് കല്യാണം വരുന്നേ ഉള്ളൂ. ഇൻഷാ അല്ലാഹ് അടുത്ത കൊല്ലം ജാനുവരിയിലാണ്. ഓളെ എൻഗേജ്മെൻറ്റിന് ഞാൻ പോയ വീഡിയോസൊക്കെ എൻ്റെ കഴിഞ്ഞ ചാനലിൽ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ എന്താണെന്നറിയില്ല, 3 കല്യാണത്തിന് ഞാൻ കൂടിയിട്ടുണ്ട്. എന്തോ അതങ്ങനെയാണ്. അത് ഞാൻ വരില്ല പറഞ്ഞല്ല, ആ മാമന് സമ്മതിക്കൂല, ചെറിയ മാമന് അങ്ങനെയാണ്. അപ്പോൾ ഓഡിറ്റോറിയത്തിലൊന്നല്ല, 3 വീട്ടിൽ തന്നെ ആയിരുന്നു. 4ാമത്തെ മോളെ കല്യാണം അപ്പോൾ വരുന്നത് ഓഡിറ്റോറിയത്തിൽ നിന്നാണ്. ഞങ്ങളവിടെ കിണാശ്ശേരി റോസ് ഗാർഡൻ എന്ന് പറയും, അവിടെ വെച്ചിട്ടാണ്. അപ്പോൾ അവിടെയാണ്, അത് എനിക്കറിയില്ല, നടക്കാൻ പോകുന്ന കാര്യം നമ്മൾ പറയണ്ടല്ലോ. അപ്പോൾ അവിടെ ഞാൻ 3 കല്യാണം കൂടി. എൻ്റെ വീട്ടിലാട്ടോ ഞാൻ തുടക്കം മാംഗല്യം ആ പാട്ട് പറഞ്ഞ പോലെ തന്തുനാനേന. അതിന് മുന്നേ മുത്തമ്മൻ്റെ മോളെയും മോൻ്റെയൊക്കെ കല്യാണമുണ്ട്. അതിനൊക്കെ ഞാൻ എന്തോ കളിക്കാൻ തോന്നുന്നുണ്ട്. സ്കൂൾ പഠിക്കുമ്പോൾ ഞങ്ങൾ കുട്ടികളല്ലേ, അപ്പോൾ കുട്ടികളായാലും ഇവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ പോയില്ല. എനിക്ക് ഓർമ്മ പോലും ഇല്ല. ഞാൻ അന്നും പോയില്ല, ഇപ്പോഴും ഞാൻ പോവില്ല. അതാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇത് കണ്ടിട്ട് എനിക്ക് ഇതിന് മുന്നേ വേറൊരു കല്യാണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അധികം ആളുകൾ ഇവിടെ തന്നെയാണ്, ഈ ഡ്രൈവിംഗ് സ്കൂളിലാണ് പന്തലും കാര്യങ്ങളൊക്കെ സെറ്റാക്കാം. അപ്പോൾ അവിടെ ചേച്ചി, ഞങ്ങൾ അറിയുന്ന ചേച്ചിയാണ്. ആ ചേച്ചി എനിക്ക് ഫുഡൊക്കെ ഇങ്ങോട്ട് കൊണ്ടുതന്നു കേട്ടോ. പായസം ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്, പായസം, അടപ്രഥമൻ. അപ്പോൾ അപ്പോൾ ഉമ്മ പറയുന്ന പോലെ എനിക്ക് കല്യാണ വീട്ടിൽ പോവുക, കല്യാണം പങ്കെടുക്കാൻ തീരെ താല്പര്യമില്ല. അതൊരു ഇതാട്ടോ. പക്ഷെ എൻ്റെ വീട്ടിലുണ്ടായാൽ പിന്നെ നമുക്ക് പറ്റില്ലല്ലോ.
പിന്നെ അന്നത്തെ ഇപ്പോഴത്തെ ഏജും അല്ലല്ലോ, ചെറിയ കുട്ടിയല്ലേ ഞാൻ. അപ്പോൾ എനിക്ക് എന്നെ പറ്റി ചിന്തിക്കാൻ ഇപ്പോഴും ടൈമില്ല, അത് വേറെ കാര്യം. പക്ഷെ ഞാൻ അപ്പം ഇപ്പോഴും പറയും, എൻ്റെ കല്യാണത്തിന് ഈയാണ് അടിച്ചു പൊളിച്ചത്, നല്ലോണം എൻജോയ് ചെയ്തിട്ടൊരു കല്യാണം എന്നായിരുന്നു എൻ്റെ കല്യാണം. എനിക്കിപ്പോഴും ഓർക്കുമ്പോൾ രസമാട്ടോ. കസിൻസും എല്ലാവരും കൂടിയിട്ടുള്ള. അന്ന് മുല്ലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോഴും എനിക്ക് മുല്ല ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ മുല്ല കിട്ടുന്നില്ല. അന്ന് ഇതിലും ഇപ്പം ചാനൽ കാട്ടി തന്നില്ല, എന്നെ പറ്റിച്ച് ഞാൻ ഉണ്ടാക്കി തരാൻ പറഞ്ഞു. ഇതിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഞാൻ കുറച്ച് മുമ്പ് വീഡിയോയിലിട്ടത്. നമ്മളെ ഓണത്തിൻ്റെ ടൈമിൽ വാങ്ങേണ്ട തെച്ചി ഞാൻ ഉണ്ടാക്കി തരാം. പക്ഷെ ഇപ്പോഴും ഇഷ്ടമാട്ടോ എനിക്ക് മുല്ല വെക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. കിട്ടുന്നില്ല, കിട്ടിയാൽ ഞാൻ എന്തായാലും വെക്കും. എൻ്റെ ഉപ്പ നല്ലപോലെ കൊണ്ടുതരായിരുന്നു, അപ്പിക്കും എനിക്കൊക്കെ. അപ്പോൾ പാളയത്തു നിന്ന് വരുമ്പോൾ കൊണ്ടുതരും. അപ്പോൾ അതിൻ്റെ കല്യാണത്തിന് ഇഷ്ടം പോലെ എനിക്ക് തോന്നുന്നു അവളെക്കാൾ കൂടുതൽ ഞാൻ വെച്ചിട്ടുണ്ടോ എന്നാണ്. കുറേ ആൾക്കാർ ഇങ്ങനെ എന്നെ തന്നെ നോക്കുന്നുണ്ട്. ഇപ്പോഴാണ് കാര്യം മനസ്സിലായത്, ഇതിന് വട്ടാണോ എന്ന്. കുറേ ആൾക്കാർ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ നോക്കട്ടെ, എന്നെ ഇങ്ങനെ നോക്കിക്കോ. അപ്പോൾ ഞാൻ ആയിരിക്കും ഇവരെന്താ നോക്കുന്നത്, നോക്കുമ്പോൾ നോക്കട്ടെ. അവിടുന്ന് അങ്ങോട്ടാണ് പിന്നെ എനിക്ക് അങ്ങനെ ഒരു ഇത് വന്നത്. അതുവരെ അങ്ങനെയൊന്നും ഇല്ല. സ്കൂൾ പഠിക്കുമ്പോൾ ഉണ്ട്, എല്ലാവരും നോക്കുമ്പോൾ പിന്നെ ശീലമാവല്ലോ എന്ത് കാര്യം. പിന്നെ ഞാൻ ഒളിച്ചിരുന്ന് എവിടെയും പോവാതെ ഇവിടെ കല്യാണത്തിനാണല്ലോ എല്ലാവരും കാണുന്നത്. പിന്നെ മതിയായി. പിന്നെ എനിക്ക് തോന്നുന്നു പിന്നെ ഇങ്ങനെ നോക്കുമ്പോൾ എനിക്കൊരു ഇതാണ്. അപ്പോൾ എനിക്ക് തോന്നിയത് കാര്യം എന്താണെന്ന് വെച്ചാൽ, ഞാൻ തന്നെ ഉള്ളൂ ഇങ്ങനെ ഒരു വീൽ ചെയറിലുള്ള ആൾ. ഈ വീൽ ചെയറൊന്നും അല്ല കേട്ടോ, നോർമലായിട്ടുള്ള. അത് ഞാൻ തന്നെ ഇതാക്കും. എനിക്ക് ഇപ്പോൾ കസ്റ്റമൈസ് ചെയ്തിട്ട് ഉപ്പ ഉണ്ടാക്കി തന്നാണ്. ഉപ്പല്ല, ഇപ്പം എൻ്റെ ഫ്രണ്ടിനെ കൊണ്ട് ഉണ്ടാക്കിച്ചിട്ട് ക്യാഷ് കൊടുത്ത് വാങ്ങലെന്നായിരുന്നു കേട്ടോ. എനിക്ക് ഉള്ളിടത്തോളം ഇപ്പോൾ വാങ്ങിച്ചത് ക്യാഷ് കൊടുത്തിട്ട് തന്നെ വീൽ ചെയറാണ്. ഇത് മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഫ്രണ്ട്സ് തന്നിട്ടുള്ളത്. ഉപ്പ ജീവിച്ചിരിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് ഈ വണ്ടിയും എൻ്റെ ഉപ്പ തന്നെ വാങ്ങി തരുമായിരുന്നു. ഇല്ലാത്തത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഒരിക്കലും കിട്ടില്ല. അങ്ങനെ തന്നെ ആയിരുന്നു ഉപ്പ. അപ്പീനോട് ഉമ്മ നാളേക്ക് വേണം ഒരു കരുതൽ വേണമെന്ന് പറയുന്ന ആളാട്ടോ ഉമ്മ. നല്ല കാര്യമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഉപ്പനെ പോലെ ഉപ്പ ഇന്ന് കിട്ടി. അപ്പം അങ്ങനെയാണ് ഉപ്പനോട്. ഞങ്ങൾ 10 സ്കൂളിലൊക്കെ പോകുമ്പോൾ ഒരു 50 രൂപ ഒക്കെ ചോദിച്ചാൽ തന്നെ ഇപ്പം 100 രൂപ എടുത്തത്. ഞാനൊരു ഇത് പറയല്ല കേട്ടോ, അങ്ങനെയാണ് ഉപ്പ. അങ്ങനെ പണത്തിനൊന്നും സ്നേഹിക്കുന്ന ആളല്ല. ഉമ്മയും അങ്ങനെയല്ല കേട്ടോ. പക്ഷെ ഉമ്മക്ക് കരുതലുണ്ട്, അത് നല്ലതാണ്. ഞങ്ങൾക്കതില്ല. എന്താ ഇന്ന് കഴിഞ്ഞെന്നാണ് ഞാൻ ചിന്തിക്കും ഉപ്പാനെ പോലെ. പക്ഷെ അത് പാടില്ല കേട്ടോ. എന്തായാലും നമ്മൾ സേവിങ്സ് വേണം. അപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞു വന്നത് കല്യാണത്തെക്കുറിച്ച് തന്നെ. അപ്പോൾ എനിക്ക് കല്യാണം ഞാൻ എവിടെയും കല്യാണത്തിന് പുറമേൽ ഞാൻ എവിടെയും കല്യാണത്തിന് അറ്റൻഡ് ചെയ്തിട്ടില്ല. മാമൻ്റെ മക്കളെ കല്യാണത്തിനാണ് ഇപ്പോൾ ആകെ കൂടി അവിടെ മാത്രം 3 അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ഒരു വലിയ മാമന് ആകെ ഞാൻ ആകെ ഒരു മോനെ ഒരിക്കുള്ളത്. അതുകൊണ്ട് മോനെ അത്രയും വിളിച്ചിട്ട് ഞാൻ പോയിട്ടില്ല. അതിനിടയ്ക്ക് നിക്കാഹിന് വീട്ടിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് മുങ്ങി ഇങ്ങോട്ട് പോന്നു. അതും അഫിൻ്റെ ഹസ്ബൻഡിൻ്റെ കൂടെ പോയിട്ട് ഇങ്ങോട്ട് വന്നു. ഇനിയിപ്പോൾ കല്യാണം കിടക്കുന്നുണ്ട്. ഒരുപാട് ഫാമിലീസിൽ കല്യാണം വന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഫാമിലിയിൽ നിന്ന് ഇപ്പോഴെപ്പോഴാണ് ആയി വരുന്നത്. ഇനിയിപ്പോൾ ചെറിയ അമ്മായിൻ്റെ മോൻ്റെ കല്യാണം ഉണ്ട് ഡിസംബറിൽ. പക്ഷെ ഞാൻ പോവില്ല ഗൈസ്. എന്നെ വിളിക്കും ഓരോരോ ചടങ്ങ് നടക്കും. ഞാൻ എൻ്റെ ചടങ്ങ് നടത്തും. അതാണ്. അപ്പോൾ എന്താ ഞാനിങ്ങനെ ഓരോന്ന് പറയുന്ന കേട്ടിട്ട് ബോറടിക്കുന്നുണ്ടാവില്ലേ? വേറെ ഒന്നല്ല. എനിക്ക് ഇന്നലെ നൗഫലിൻ്റെ വീഡിയോയിൽ കമൻറ്റ് കണ്ടപ്പോൾ ചിരി വന്നുപോയി. നൗഫലെ ഒന്ന് മാറ്റി പിടിക്കുക, കണ്ടൻറ്റ് മോളങ്ങോട്ട് കൊണ്ടുപോകണം. അപ്പോൾ ഞാൻ അങ്ങനെ ആലോചിച്ചു, ഇതന്നെയല്ല അപ്പം ഇനിയും പറയും, ഇവള് വന്നിരുന്ന് ഓരോന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട് എന്തായാലും എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്. ഇത്രയും എനിക്ക് ഒരു 15 വ്യൂസാണ് കിട്ടുന്നെങ്കിൽ 15 ആൾ എന്നെ സഹിക്കുന്നില്ലേ? എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട്, ഒരുപാട്. അപ്പോൾ ഈ ഒരു സപ്പോർട്ട് എനിക്ക് എന്നും വേണം. അറിയാമല്ലോ എൻ്റെ ചാനൽ എവിടെ എത്തിയിട്ടില്ല. അപ്പോൾ എന്താ, ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ അസ്സലാമു അലൈക്കും.